നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. 2019 താൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പുതിയൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകിയ ആളാണ് പൃഥ്വിരാജ്. ലൂസിഫർ എന്ന സിനിമ മോഹൻലാൽ ആരാധകർക്ക് ആഘോഷവും സിനിമാ പ്രേമികൾക്ക് ഒരു മികച്ച ദൃശ്യാനുഭവവുമായിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് മുതൽ സിനിമാ പ്രേമികളും ആരാധകരും ഒരുപോലെ ആവശ്യത്തിലാണ്. ഇപ്പോഴത്തെ ചിത്രത്തിനെ കുറിച്ചുള്ള കുറച്ചു വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് സംവിധായകന് പൃഥ്വിരാജ്. പുതിയ സിനിമയായ ആടുജീവിതത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഫിലിം കമ്പാനിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത്. എമ്പുരാനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, സിനിമയുടെ ചിത്രീകരണം എത്രത്തോളമായി എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു താരം. ഇതൊരു സാധാരണ ആക്ഷൻ സിനിമകളെ പോലെ ഒന്നാണെന്നും പ്രേക്ഷകരെ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തുടർഭാഗമല്ലെന്നും പൃഥ്വി പറഞ്ഞു. ചിത്രത്തിന്റെ 20% ഷൂട്ട് മാത്രമേ പൂർത്തിയായുള്ളൂ എന്നും പൃഥ്വി കൂട്ടിച്ചേർത്തു. എമ്പുരാന് സാധാരണ കൊമേഴ്സ്യൽ സിനിമകൾ പോലെ ഒന്നാണ്. ഇന്ത്യക്ക് പുറത്തുള്ള ലൊക്കേഷനിലെ കാര്യങ്ങൾ എന്റെ കയ്യിൽ നിൽക്കുന്നതല്ല. അവിടുത്തെ ഗവൺമെന്റിന്റെ പെർമിഷനും ലോക്കൽ പെർമിറ്റ്, കാലാവസ്ഥ തുടങ്ങിയ ഒരുപാട് ഫാക്ടറുകൾ അതിലുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെയുള്ള പോർഷനുകൾ ആദ്യം തീർക്കാനാണ് പ്ലാൻ. ഇനി ബാക്കിയുള്ള വിദേശ ലൊക്കേഷൻ UAE മാത്രമാണ്. വേനൽക്കാലത്തിന് ശേഷം അവിടെ ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ. UKയിലും US-ലും ഷൂട്ട് ചെയ്യാനുള്ള ഭാഗങ്ങൾ തീർത്തു കഴിഞ്ഞു. ഇനി ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ ബാക്കിയുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഇതുവരെ ഏകദേശം 20% ഷൂട്ട് മാത്രമേ തീർന്നിട്ടുള്ളൂ. ആളുകൾ പ്രതീക്ഷിക്കുന്നത് പോലെ ലൂസിഫറിന്റെ ഒരു തുടർച്ചയല്ല ഞാൻ സംവിധാനം ചെയ്യുന്നത്. മോഹൻലാൽ മുണ്ടും മടക്കിക്കുത്തി ഒരു അടച്ചിട്ട ഫാക്ടറിയിൽ ആളുകളെ അടിച്ചിടുന്നതൊന്നും ഈ സിനിമയിൽ ഉണ്ടാകില്ല. അങ്ങനെയൊരു സിനിമയല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എമ്പുരാന്. ഒരു ബോളിവുഡ് സ്റ്റൈൽ പാട്ട് എന്റെ ക്രെഡിറ്റിലും ഉണ്ടാകും. ഇത്രയൊക്കെ ഇപ്പോൾ എനിക്ക് പറയാനാകൂ, പൃഥ്വി പറഞ്ഞു.